മമ്മൂട്ടി ചിത്രം കാതോട് കാതോരം സിനിമയുടെ പശ്ചാത്തലത്തിൽ പുതുമയുള്ള ആഖ്യാനവുമായി തിയേറ്ററിലെത്തിയ സിനിമയായ രേഖാചിത്രത്തിന് ജനങ്ങൾ നൽകിയ പിന്തുണ വളരെയധികം മികച്ചതാണ് എന്ന് സംവിധായകൻ ജോഫിൻ ചാക്കോ. മമ്മൂട്ടിയുടെ പഴയ കാലഘട്ടം സിനിമയിൽ കാണിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തിയതും പുതുമയായി. രേഖാചിത്രം സിനിമ മറ്റ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്നതിനോട് താൽപ്പര്യമില്ല എന്നും സംവിധായകൻ പറഞ്ഞു. പൊതുവെ രാജേന്ദ്രൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നതിന്റെ ആഖ്യാന സാധ്യതകളെ പുതുമയോടെ അവതരിപ്പിച്ച രേഖാചിത്രം തിയേറ്ററിൽ കയ്യടികൾ നേടുകയാണ്. പിന്നെ സാറി പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കയറിയത്. ഹലോ, മലക്കപ്പാറ സ്റ്റേഷൻ. അഞ്ചു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സിനിമയെന്ന് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ പറഞ്ഞു. പുതിയ സിനിമയ്ക്കായി പഴയ ചിത്രത്തിലെ താരങ്ങളെ കണ്ടെത്തേണ്ടി വന്നതും വ്യത്യസ്ത അനുഭവമായിരുന്നു. ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലൂടെ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരുടെ അനുമതികൾ സിനിമയ്ക്ക് വേണ്ടി വന്നു. തന്റെ ആദ്യ ചിത്രമായ ദ പ്രീസ്റ്റിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു രേഖാചിത്രമെന്നും ജോഫിൻ പറഞ്ഞു. ഈ സിനിമയ്ക്ക് എൻ്റെ വേറൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു ആൾക്കാരുടെ NOC എടുക്കലും പരിപാടീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ കൂടെ പോകുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് നടത്തിയെടുക്കാനുള്ള ഒരു പണി ഉണ്ടായിരുന്നു. യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഥ ആലോചിക്കുന്ന സമയത്ത് ഇത്രത്തോളം യുടെ ഇതുണ്ടായിരുന്നില്ല. പിന്നീട് അതൊരു കുറച്ച് സമയം എടുത്ത സമയത്ത് അതങ്ങനെ ആയി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി പുതിയത് വന്ന സമയത്ത് അത് മാക്സിമം യൂസ് ചെയ്യുക എന്ന് പറയുന്നൊരു ശ്രമം നടത്തിയതാണ്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിമാരായ മേഘ തോമസ്, ഭാമ അരുൺ, സറിൻ ഷിഹാബ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.